എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപരാ. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു Cast your burdens unto Jesus, He cares for you. Cast your burdens unto Jesus, He cares for you. Higher, 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 higher. Lift up Jesus higher. Higher, 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 higher. Lift up Jesus higher. Lower, 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 lower. Stand Satan lower. Lower, 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 lower. Stand Satan lower. Cast your burdens unto Jesus. He cares for you. Cast your burdens unto Jesus. He cares for you. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊരിന്ത്യരുടെ 1-ാം ലേഖനം 11-ാം അധ്യായം 22-ാം വാക്യത്തെ അധികരിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചില കാര്യങ്ങൾ നാം ചിന്തിച്ചത്. ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നു. ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിക്കുന്നു. കൊരിന്ത്യരെ വിശ്വാസികളോട് പൗലോസ് പറയുക, ഇത് നമ്മോടുമുള്ള ദൈവത്തിന്റെ ഒരു കംപ്ലൈന്റാണ്. നിങ്ങൾ ദൈവത്തിന്റെ സഭയെ തുച്ഛീകരിക്കുന്നു. തുച്ഛീകരിക്കുക എന്നുള്ള വാക്കിന്റെ വിശദമായ അർത്ഥങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചതാണ്. നിങ്ങൾ ദൈവത്തിന്റെ സഭയെ നിന്ദിക്കും. ദൈവസഭയെ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞതുപോലെ നിങ്ങൾ ദൈവസഭയെ അലക്ഷ്യമാക്കി കളയും. ദൈവസഭയേക്കാൾ പ്രാധാന്യമുള്ളത് പലതും നമ്മുടെ മനസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ദൈവസഭയെ നാം ധിക്കരിക്കും. ദൈവസഭയെ നാം ഏതുമില്ല എന്ന് നാം ഗണിക്കും. ഇതൊക്കെ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പല കാര്യങ്ങളിലും പ്രായോഗികമായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സഭ നമുക്ക് വലിയ വിഷയമൊന്നുമല്ല. സഭയേക്കാൾ വലുതാണ് നമ്മുടെ കാര്യം. സഭയെ നാം ഏതുമില്ലെന്ന് വിചാരിക്കുന്നു. ദൈവസഭയെ നാം അപമാനിക്കുന്നു. ഇതൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അത് നാം ശരിയായ നിലയിൽ മനസ്സിലാക്കുന്നില്ല. ദൈവസഭയെ നാം തുച്ഛീകരിക്കുന്ന ഒരു മേഖലയാണ് നാം ചിന്തിച്ചത്. ദൈവം വിശ്വാസികളെ സഭയിൽ ആക്കി വെച്ചിരിക്കുന്നത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സഭയിൽ നിന്ന് വേണം അവര് എക്യുപ്ഡ് ആകാൻ. സഭയിൽ നിന്ന് വേണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവിടെയുള്ള സഹോദരി സഹോദരന്മാർ ഒരുക്കപ്പെടാൻ. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം സജ്ജരാകുന്നില്ലെങ്കിൽ, നാം ഒരുക്കപ്പെടുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം നാം ദൈവസഭയെ തുച്ഛീകരിക്കുന്നുവെന്നാണ്. നമ്മുടെയൊക്കെ സ്ഥലസഭകളെ എടുത്ത് നോക്കിയാൽ 50 പേരുള്ള ഒരു സഭ അല്ലെങ്കിൽ 75 പേരുള്ള ഒരു സഭ, പല സ്ഥലം സഭകളിലും ഇത്രയും ആളുകൾ ഉണ്ടെങ്കിലും കൂടി വരുമ്പോ കാര്യങ്ങൾ ചെയ്യാൻ ആളുകൾ ഉണ്ടായേക്കാം, പ്രസംഗിക്കാനോ
അല്ലെങ്കിൽ സൺഡേ സ്കൂൾ എടുക്കാനോ അധ്യക്ഷത നടത്താനോ ഒക്കെ ആളുകൾ കൂടി വരുന്ന സമയത്തുണ്ടായിരിക്കും. പക്ഷേ സഭ പൊതുവായിട്ട് നാം നോക്കിയാൽ 70 പേർ അല്ലെങ്കിൽ 50 പേരുള്ള ഒരു സഭയിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ, വിവിധ നിലയിലുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ ആളുകളില്ല, ഒരുക്കപ്പെട്ടവരില്ല, പ്രാപ്തന്മാരില്ല. പ്രാപ്തി കിട്ടുന്ന എങ്ങനെ? ട്രെയിൻഡ് ആകുമ്പോഴാണ്. ഏത് ജോലിയും ചെയ്യാനായിട്ട് നമുക്ക് ട്രെയിനിങ് വേണം, നാം അതിനുവേണ്ടി സജ്ജരാക്കപ്പെടണം. അങ്ങനെ ആകുമ്പോഴാണ് നാം ചെയ്യുന്ന ജോലി പ്രാപ്തിയോടുകൂടെ ചെയ്യുന്നത്. ഒരാൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ കഴിവോടുകൂടെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യിക്കുന്ന ആൾക്ക് നഷ്ടമാണ്, ആ കമ്പനിക്ക് ദോഷമാണ്, ഈ ചെയ്യുന്ന ആൾക്കും തൃപ്തിയില്ല. ഒരു സഭയിൽ അവിടെയുള്ള മുഴുവൻ സഹോദരീ സഹോദരന്മാരും കർത്താവിന്റെ വേല അവർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. വിവിധ നിലകളിലുള്ള കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കൃപാവരങ്ങൾ ഓരോ സഹോദരിയും സഹോദരനും മനസ്സിലാക്കി ഇതാണ് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ ഉറ്റിരിക്കണം. എന്നെ ഏൽപ്പിച്ച കാര്യമേ മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ അത് കൃപാവരങ്ങളെ കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ എല്ലാവരെയും ഓരോ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒന്നിലധികം കാര്യങ്ങൾ പലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ജോലി നാം ചെയ്യുവാൻ, നാം പ്രാപ്തി നേടാൻ വേണ്ടിയാണ് സഭയിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ, അല്ലെങ്കിൽ സഭയിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസി കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരുക്കപ്പെടേണ്ടതിന് പ്രധാനമായും 4 കാര്യങ്ങളുണ്ട്. അതിൽ 2 എണ്ണമാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. 4 കാര്യങ്ങളല്ല, നമ്മുടെ ഈ പഠനത്തിൽ കേവലം 4 കാര്യങ്ങൾ മാത്രമേ നാം ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ആ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, 1 പ്രോപ്പർ ലീഡർഷിപ്പ്, സഭയ്ക്ക് ശരിയായ നേതൃത്വം ഉണ്ടാകും. 2 സഭയിലെ വിശ്വാസികൾ ആ നേതൃത്വത്തിന് കീഴ്പ്പെട്ടിരിക്കണം. ഇത് രണ്ടും ചുരുക്കമായ നിലയിൽ കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതാണ്. 3 വിശ്വാസികൾക്ക് ദൈവവചനത്തോട് ശരിയായ മനോഭാവം ഉണ്ടാകും. ദൈവവചനമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനത്തോട് വിശ്വാസികൾക്ക് ശരിയായ മനോഭാവം ഉണ്ടാകും. 4 വിശ്വാസികൾക്ക് ദൈവസഭയോട് മനോഭാവം ശരിയായ നിലയിലുണ്ടാകും. എന്റെ വീടെന്ന് പറയുന്നത് പോലെ എല്ലാ ആത്മാർത്ഥതയിലും സ്നേഹത്തിലും എന്റെ സഭയെന്ന് പറയാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെടുന്ന മനോഭാവം സഭയിലെ വിശ്വാസികൾക്ക് ഉണ്ടാകും. ഈ 4 കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ ഈ വിഷയത്തിലുള്ള ബന്ധത്തിൽ പെട്ടെന്ന് വന്ന കാര്യം. അതിൽ നാം ലീഡർഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചു. ദൈവസഭയിൽ, ഒരു പ്രാദേശിക സഭയിൽ സുവിശേഷകന്മാരെയും മൂപ്പന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ഡീക്കന്മാരെയും ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ മൂപ്പന്മാരും ഡീക്കന്മാരും ഒരു ലോക്കൽ സഭയിൽ മാത്രം ശുശ്രൂഷ ചെയ്യുന്നവരും, സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒരു ലോക്കൽ സഭയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ മറ്റു സഭകളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നവരുമാണ്. അവരെ ദൈവം അങ്ങനെ കുറെ കൂടെ വ്യാപകമായ ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മുടെ മധ്യത്തിൽ പൂർണ്ണസമയ വേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരെല്ലാം അറിയപ്പെടുന്നത് സുവിശേഷകന്മാരെന്നാണ്. അവര് പലരും ടീച്ചേഴ്സ് ആയിരിക്കാം, പലരും മൂപ്പന്മാരായിരിക്കാം. ഇന്ന് സുവിശേഷകന്മാരെന്ന് അറിയപ്പെടുന്ന അനേകരും മൂപ്പന്മാരായിട്ട് വേല ചെയ്യുന്നവരുണ്ട്, ഉപദേഷ്ടാക്കന്മാരായി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്, ലേബൽ സുവിശേഷകന്മാരെന്നാണ്. ഒരു കാര്യം നാം ശ്രദ്ധിക്കണം പ്രിയ സഹോദരി സഹോദരന്മാരെ. സഭ ഉണ്ടായ നാളുകൾ, സഭാ ചരിത്രം നാം പരിശോധിച്ചാൽ, ഒരു കമ്മ്യൂണിറ്റി, ഒരു സഭ അല്ലെങ്കിൽ ഒരു സഭാ സമൂഹം അറിയാതെ തന്നെ വേദപുസ്തകത്തിന്റെ തനിമയുള്ള ഉപദേശത്തിൽ നിന്നും മാറിപ്പോയി. അപ്പൊ നാം ഒരിക്കലും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ അല്ല സ്നേഹിക്കേണ്ടത്. നാം സ്നേഹിക്കേണ്ടത് ദൈവത്തെയും ദൈവവചനത്തെയും ദൈവസഭയുമാണ് നാം സ്നേഹിക്കേണ്ടത്. നമ്മുടെ സമൂഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്നു. ഓരോരുത്തരും ഉൾപ്പെട്ട് നിൽക്കുന്ന ഓരോ വിശ്വാസ സമൂഹങ്ങളുണ്ട്.
ആ സമൂഹത്തിന് ഓരോ പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ പ്രത്യേക പേരുള്ള ആ ഒരു സമൂഹത്തോടല്ല നമുക്ക് പ്രതിപത്തി ഉണ്ടാകേണ്ടത്. അതൊരു സമുദായ സ്നേഹമായിട്ട് മാറും. ഈ സമൂഹത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വേദപുസ്തകത്തിലെ സത്യങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും ക്രമേണ മാറിപ്പോയ ചരിത്രമാണ് ദൈവസഭയുടെ ചരിത്രം. ഒരിക്കൽ സഭയായിരുന്നു, പിന്നീട് സമുദായമായിട്ട് മാറി. നാമും ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം ഒരിക്കൽ സഭയായിരുന്നു, എന്നാൽ ഇന്ന് സമുദായം എന്നുള്ള അവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് സഭയുടെ ഭരണത്തിന്റെ മേഖലയിൽ, സഭയുടെ ലീഡർഷിപ്പിന്റെ മേഖലയിൽ വേദപുസ്തകത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട പല കാര്യങ്ങളും നമ്മുടെ കൂട്ടത്തിലും വന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കി തെറ്റ് തിരുത്തി നേരേഖയിൽ നിന്ന് മാറിപ്പോയത് മനസ്സിലാക്കി നാം ശരിയായ പന്ഥാവിലേക്ക് വരാൻ ദൈവവചനത്തിന്റെ ശരിയായ പഠനം വളരെ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് സഭയിലെ ലീഡർഷിപ്പ്, ഒരു ലോക്കൽ സഭയിലെ നേതൃത്വം, ദൈവദാസന്മാര് എന്ന് പറയുന്നത് ആ സഭയിലെ വിശ്വാസികളെ പരിപാലിക്കാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന മൂപ്പന്മാരാണ്. അവരെ കുറിച്ചുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് പോലെ തന്നെയുള്ള മൂപ്പന്മാർ നമ്മുടെ മധ്യത്തിൽ പല സ്ഥലസഭകളിലും ഇല്ല, അനേക സ്ഥലസഭകളിലും ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയുള്ള സ്ഥലസഭകളിൽ വളരെ ആത്മാർത്ഥതയുള്ള, സഭയോട് ഉത്തരവാദിത്വ ബോധമുള്ള, സഭയുടെ നന്മയെക്കുറിച്ച് കാക്ഷിക്കുന്ന സഹോദരന്മാർ പലരും തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളെ അവര് ആ നിലയിൽ ചെയ്തു പോകുന്നത് കൊണ്ട് ഉത്സാഹത്തോടുകൂടെ മുന്നിൽ നിൽക്കാനായിട്ട് പല സഹോദരന്മാരും സ്ഥലം സഭകളിൽ വരാറുണ്ട്. അങ്ങനെയുള്ള സഹോദരന്മാർ ആ സഭയ്ക്ക് ഒരു അനുഗ്രഹ വിഷയമാണ്. അങ്ങനെയുള്ള സഹോദരന്മാർ ഉള്ളത് കൊണ്ടാണ് മൂപ്പന്മാരുടെ കുറവുകൾ ഒരു ചെറിയ നിലയിലെങ്കിലും പരിഹരിക്കപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആ സഹോദരന്മാർക്ക് ആത്മാർത്ഥതയുണ്ട്, ദൈവസഭയെ സംബന്ധിച്ച് അവർക്ക് ഭാരമുണ്ട്, അവർ ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ ഒരുക്കമുള്ളവരാണ്. എന്നാൽ ദൈവം അവരെ മൂപ്പന്മാർ എന്നുള്ള നിലയിൽ വിളിച്ച് അപ്പോയിന്റ് ചെയ്യാത്തത് കൊണ്ട് അവർക്ക് തങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് തങ്ങൾ ചെയ്യുന്നത് മൂപ്പന്മാരുടെ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യം അനേക സഹോദരന്മാർക്കുമില്ല. അങ്ങനെ ഉണ്ടാകാൻ ഒക്കെയില്ല. ദൈവം വിളിച്ചെങ്കിലേ ആ ബോധ്യം വരികയുള്ളൂ. അതുകൊണ്ട് പരിമിതികൾ വളരെ അവർക്കും. പ്രായോഗിക മേഖലയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനെയുള്ള സഹോദരന്മാർ ചെയ്യേണ്ടുന്ന ഒരു പ്രായോഗിക കാര്യം, നമ്മുടെ ഇടയിൽ പല 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 ഉപദേശങ്ങളും ഒരുപാട് സഭകൾക്ക് ദോഷം വരുത്തുന്ന ഉപദേശങ്ങളാണ്. പല എക്സ്ട്രീമിലാണ് നമ്മുടെ ഉപദേശങ്ങൾ നാം കൊണ്ടുവന്നാക്കിയിട്ടുള്ളത്. അത് രക്ഷയുടെ ഭദ്രത എന്ന് പറയുന്ന ഒരു ഉപദേശം, അത് പഠിക്കേണ്ടതുപോലെ അല്ല നാം പഠിക്കുന്നത്. ഒരു പക്ഷേ നാം ശരിയായ നിലയിൽ ഉപദേശിച്ചവരാണ് ആ വിഷയം. പക്ഷെ കാലങ്ങൾ കൊണ്ട് പഠിച്ചു വരുമ്പോ എന്ത് ചെയ്താലും കുഴപ്പമില്ലാത്ത ഒരു ജീവിതമാണ് നമുക്കുള്ളതെന്നൊക്കെ നാം ചിന്തിച്ചു പോകുന്ന രൂപത്തിൽ അങ്ങനെ നാം ആ ഉപദേശത്തെ കണ്ടിട്ടുണ്ട്. മറ്റൊരു ഉപദേശം സ്ഥലസഭയുടെ സ്വാതന്ത്ര്യം, വളരെ അപകടം പിടിച്ച ഉപദേശമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉള്ള സ്വാതന്ത്ര്യം സ്ഥലസഭയ്ക്കില്ല. ഒരു സ്ഥലത്തെ സഭ, ആ സഭയിൽ ആ സ്ഥലത്ത് ഒരു സ്ഥലം സഭ എന്നുള്ള നിലയിൽ ഫങ്ഷൻ ചെയ്തു പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ എല്ലാ സ്ഥലം സഭകളും ദൈവത്തിന്റെ സഭയുടെ ഭാഗമാണ്. എല്ലാ സ്ഥലം സഭകളും ദൈവസഭയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മൂപ്പന്മാരുടെ ശുശ്രൂഷ മാത്രം പോരാ ഒരു സഭയ്ക്ക്, ഡീക്കന്മാരുടെ ശുശ്രൂഷ മാത്രം പോരാ ഒരു സഭയ്ക്ക്. ഉപദേഷ്ടാക്കന്മാരുടെയും സുവിശേഷകന്മാരുടെയും ഒക്കെ ശുശ്രൂഷ ആവശ്യമാണ്. അങ്ങനെ ഇന്റർഡിപ്പെൻഡൻസി സഭയ്ക്കുണ്ട്. സഭയുടെ ഇന്റർഡിപ്പെൻസിയുടെ മേഖലയെ കുറിച്ച് വേണ്ടതുപോലെ നാം പഠിപ്പിക്കാറില്ല. ഒരു പക്ഷെ നാം അത് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരാളോട് എനിക്ക് ചോദിക്കണമെന്ന് മനസ്സിൽ തോന്നി, ഞാൻ ദൈവകൃപ കൊണ്ട് ചോദിച്ചില്ല. ഇത് സഹോദരന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്ന് ചോദിക്കണമെന്ന് തോന്നി. പലരും അവിടെ സഭയുടെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്ന പല സഹോദരന്മാരും ചിന്തിക്കുന്നത് അവിടുത്തെ മുഴുവൻ കാര്യങ്ങൾ അവരുടെ മുഴുവൻ സ്വാതന്ത്ര്യത്തിൽ നടത്തിക്കൊണ്ട് പോകാമെന്നാണ്. സഹോദരന്മാരെ, അങ്ങനെയല്ല.
കർത്താവ് തന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്ക് ദൈവീകമായ ഒരു സ്ട്രക്ചർ വേദപുസ്തകത്തിലുണ്ട്. ആ സ്ട്രക്ചർ മനസ്സിലാക്കാതെ സ്ഥലം സഭ കേവലം സ്വതന്ത്രമാണ് എന്ന് ചിന്തിച്ച് അവിടെയുള്ള ആളുകൾ സ്വതന്ത്രമായ തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടം പോലെ എടുക്കാൻ പാടില്ല. മൂപ്പന്മാര് ദൈവത്താൽ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന മൂപ്പന്മാർ ഉള്ള സഭയാകട്ടെ ഇല്ലാത്ത സഭയാകട്ടെ ചുറ്റുപാടുമുള്ള സഭകളോട് നല്ല ബന്ധമുണ്ടാകും. എല്ലാ സ്ഥലങ്ങളിലും ചുറ്റുപാടുമുള്ള കുറെ സഭകൾക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ടാകണം. ആ സഭകളിൽ ഒരു സഭയിൽ മൂപ്പനില്ലെങ്കിൽ മറ്റൊരു സഭയിൽ മൂപ്പന്മാരുണ്ടായിരിക്കാം. ആ കുറെ സഭകളിൽ സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ഒരു സഭയ്ക്ക് ശുശ്രൂഷകന്മാരുടെ കുറവ് ഈ ബന്ധം, ഈ ആത്മിക ബന്ധം നിമിത്തം പരിഹരിക്കാനായിട്ട് ഒരു പരിധിവരെ പറ്റും. ഒരുമിച്ചിരുന്ന് വേദപുസ്തകം പഠിക്കണം ഈ സഭകളിലെ മൂപ്പന്മാർ, ഉപദേഷ്ടാക്കന്മാർ, അതുപോലെ സുവിശേഷകന്മാർ ഒരുമിച്ചിരുന്ന് വേദപുസ്തകം പഠിക്കണം, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ബോംബെയിൽ കഴിഞ്ഞ കുറെ നാളുകളായി ശനിയാഴ്ച തോറും കോവിഡ് ആരംഭിക്കുന്നതിന് മുൻപ് വരെ മാസത്തിൽ ഒരു പ്രാവശ്യമായി, എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഓൺലൈൻ മീറ്റിംഗ് ആയി എല്ലാ ശനിയാഴ്ചയും മീറ്റിംഗ് നടത്തുന്നു. ആ മീറ്റിംഗിൽ ബോംബെയിലുള്ള ചുറ്റുപാടുമുള്ള സഭകളിലെ സഹോദരന്മാരാണ് സംബന്ധിക്കുന്നത്. അങ്ങനെയുള്ള മീറ്റിംഗിൽ സഭയിലെ മൂപ്പന്മാരും മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാരും നിശ്ചയമായി സംബന്ധിക്കണം. കാരണം നാം ഒറ്റയ്ക്കിരുന്ന് വേദപുസ്തകം പഠിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്ത അനേക സത്യങ്ങൾ അനേക സഹോദരന്മാരോട് കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യം വരും. ശനിയാഴ്ച ദിവസങ്ങളിൽ ആ പഠനമെന്ന് പറയുന്നത് കേവലം ഒരു വചന ശുശ്രൂഷ അല്ല. ഒരു വേദഭാഗത്തെ അധികരിച്ച് രണ്ട് സഹോദരന്മാർ അതിൽ നിന്ന് സംസാരിക്കും. ആ വിഷയത്തെ കുറിച്ച് സഹോദരന്മാർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്, തങ്ങളുടെ ചിന്തകൾ പറയാനുള്ള അവസരമുണ്ട്, ഷെയർ ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ വിശകലനം ചെയ്ത് പഠിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിലെല്ലായിടത്തുമുള്ള നമ്മുടെ സ്ഥലം സഭകൾ ഒരു മാനുഷികമായ ഭരണ സംവിധാനം ഈ സഭകൾക്കില്ല. എന്നാൽ സ്വർഗീയമായ ഒരു കെട്ടുറപ്പുള്ള ശക്തമായ ഭരണത്തിന്റെ ഒരു തലം ഈ സഭകൾക്കുണ്ട്. അതുകൊണ്ട് സ്ഥലം സഭകൾ കേവലം സ്വതന്ത്ര സഭകളാണ് എന്ന് ചിന്തിക്കാതെ ഈ സ്ഥലം സഭകൾ അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി സഭകളിലെ ചുമതലപ്പെട്ട സഹോദരന്മാർ, ഒരു പ്രദേശത്തെ സഭകൾ, അവിടെയുള്ള സഹോദരന്മാർ, കേരളത്തിലായാലും ശരി, ബോംബെയിലായാലും ശരി, ഏത് ലോകത്തിലെ ഏത് ഭാഗത്തായാലും ശരി, അവിടെയുള്ള ഉപദേഷ്ടാക്കന്മാരും സുവിശേഷകന്മാരും മൂപ്പന്മാരും ഡീക്കന്മാരും മുമ്പിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ചുമതലപ്പെട്ട സഹോദരന്മാരും ഇവരെല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് കൂടി കാര്യങ്ങളെ കുറിച്ച് വചനത്തിൽ നിന്ന് പഠിക്കുകയും പ്രായോഗിക വശങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് മനസ്സിലാക്കുകയും ചോദിച്ച് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടായ്മ, അത് ദൈവസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്ന പ്രമാണമാണ്. അപ്പോസ്തല പ്രവൃത്തിക്ക് വായിച്ചാൽ നമുക്ക് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് കൂടുതൽ വെളിച്ചം കിട്ടുന്നതാണ്. അപ്പോ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം വരുന്ന നാളുകളിൽ അങ്ങനെ വേണം ചെയ്തു പോകാൻ. കർത്താവ് പ്രേരിപ്പിക്കുന്ന സഹോദരന്മാർ അവർക്ക് ദൈവം നൽകിയിരിക്കുന്ന ഭാരമനുസരിച്ച് സഭയിൽ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരികയും അങ്ങനെ ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്ന സഹോദരന്മാർ അവര് ചുമതലാബോധമുള്ളവരാണ്, അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള സഹോദരന്മാരെ സഭ അംഗീകരിക്കണം, സഭ അവർക്ക് വിധേയപ്പെട്ടിരിക്കണം. ഒരു ഭാഗം അവരുടെ മതത്തിൽ ഞാൻ വായിക്കട്ടെ. കൊരിന്ത്യരുടെ 1-ാം ലേഖനം അതിന്റെ 16-ാം അധ്യായം. 1 Corinthians chapter 15. First Corinthians chapter 16, 16-ാം അധ്യായം അതിന്റെ 15-16. സഹോദരന്മാരെ, സ്റ്റെഫനാസിന്റെ കുടുംബം അഖായിലെ ആദ്യഫലം എന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്ക് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്റ്റെഫനാസ് കൊരിന്ത്യ സഭയിലെ മൂപ്പനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവിടെ വായിക്കുന്നത് അവര് വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ
പ്രബോധിപ്പിക്കും. ദൈവത്തിന്റെ സഭയെ ദൈവം നൽകിയിരിക്കുന്ന കൃപാവനം അനുസരിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഭക്തിയോടുകൂടെ ജീവിച്ച് മുന്നോട്ട് പ്രവർത്തന രംഗത്തേക്ക് വരുന്ന, ശുശ്രൂഷ രംഗത്തേക്ക് വരുന്ന സഹോദരന്മാരെ ദൈവസഭ ആദരിക്കുകയും, മൂപ്പന്മാരെ മാത്രമല്ല, മൂപ്പന്മാരെ നിശ്ചയമായിട്ട് ആദരിക്കണം, അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. അത് വേദപുസ്തകം കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്. എന്നാൽ അവരെ മാത്രമല്ല, ദൈവസഭയിൽ ചുമതല വഹിച്ച് കാര്യങ്ങൾ ചെയ്യാൻ മുൻപോട്ട് വരുന്ന സഹോദരന്മാർക്ക് ദൈവസഭ ആദരവ് കൊടുക്കുകയും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും ചെയ്യണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് വായിക്കും. അങ്ങനെ നാം ചെയ്യുമെങ്കിൽ സഭയിലെ വിശ്വാസികൾ നാൾ തോറും കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം കീഴ്പ്പെട്ടിരിക്കണം. കർത്താവിന് കീഴ്പ്പെട്ടവർക്ക് ദൈവം സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന സഹോദരന്മാർക്ക് കീഴ്പ്പെടാൻ പ്രയാസമുണ്ടാകും. നോക്കാം, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ദാവീദിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മയുള്ളൊരു വിഷയം, ആ മനുഷ്യൻ, നീതിമാനായ മനുഷ്യൻ, ദുഷ്ടനായ ഒരു രാജാവിന് കീഴ്പ്പെട്ടിരുന്നില്ലേ? ആ ശൗലിൽ എന്തെങ്കിലും പ്രത്യേക നന്മയുള്ളത് കൊണ്ടാണോ? എന്തുകൊണ്ടാണ് കീഴ്പ്പെട്ടിരുന്നത്? ദൈവത്തിന്റെ അഭിഷിക്തനായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ, സഭയിൽ ദൈവം ആക്കി വച്ചിരിക്കുന്ന സഹോദരന്മാർക്ക്, ആക്കി വച്ചിരിക്കുന്ന മൂപ്പന്മാർക്ക്, മൂപ്പന്മാരുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല, കീഴ്പ്പെട്ടിരുന്നേ പറ്റൂ. അതാണ് ദൈവത്തിന്റെ പ്രമാണം. എന്നാൽ മൂപ്പന്മാരില്ലെങ്കിൽ സഭയിൽ ചുമതല വഹിക്കാനായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ മുന്നോട്ട് വരുന്ന സഹോദരന്മാരുണ്ടല്ലോ, അവർക്ക് സഭ വിധേയപ്പെട്ടിരിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, മുന്നോട്ട് വരുന്ന സഹോദരന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യത്തിൽ അവിടെയും ഒരുപാട് പിശകുകൾ ഉണ്ടാകാറുണ്ട്. കയ്യൂക്കുള്ളവരൊക്കെ കാര്യക്കാരെന്നുള്ളതിൽ പല സഭകളിലും കാര്യങ്ങൾ നടക്കാറുണ്ട്. കാശിന്റെ ധനശേഷിയുള്ളവർ മുമ്പോട്ട് വരാറുണ്ട്. കുടുംബമഹിമ, കുടുംബത്തിന്റെ സ്വാധീനതയുള്ളവർ മുമ്പോട്ട് വന്ന് സഭയിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതൊന്നും ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല. സഭാ ശുശ്രൂഷകൾ ചെയ്യാൻ മുന്നോട്ട് വരേണ്ടത്, വിളമ്പാനായിട്ട് മുന്നോട്ട് വരാൻ അപ്പോസ്തലന്മാര് അനുവാദം കൊടുക്കുന്നത് പരിശുദ്ധാത്മാ നിറവുള്ളവരെയാണ്, പരിജ്ഞാനത്തിന്റെ നിറവുള്ളവരെയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവിലും പരിജ്ഞാനത്തിന്റെ നിറവിലും ഉള്ള ആളുകളെയാണ് സഭയിൽ വിളമ്പാനായിട്ട് ഏൽപ്പിച്ചത്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം. അങ്ങനെയെങ്കിൽ സഭയിൽ മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുന്ന സഹോദരന്മാർ നിശ്ചയമായും ആ നിലയിൽ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാത്ത വിധത്തിൽ സ്വന്തം ജീവിതത്തെ കാര്യമായി ശ്രദ്ധിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള സഹോദരന്മാർ സഭയോടുള്ള ഉത്തരവാദിത്വ നിമിത്തം മുൻപോട്ട് വന്ന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ദൈവസഭ അവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. കർത്താവ് ആ വിഷയത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശം തരുമാറാകട്ടെ. നമുക്കത് തന്നിട്ടുണ്ട്. 2 വാക്യങ്ങൾ വായിക്കാൻ ഇപ്പോൾ സമയമില്ല, വായിച്ചാൽ നമുക്ക് ഈ വിഷയം ഒന്ന് തീരുകയില്ല. 2 വാക്യങ്ങൾ നാം പ്രധാനമായും ഇതിൽ വായിക്കേണ്ടതാണ്. അതിൽ ഒരു വാക്യം പഴയ നിയമത്തിലാണ്, അത് ഞാൻ കേവലം പറഞ്ഞു പോകാം. ആവർത്തന പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതിൽ 12ഉം 13ഉം വാക്യങ്ങൾ വായിച്ചാൽ അവിടെ ഇസ്രായേലിലെ പുരോഹിതനെ അനുസരിക്കാത്തവനെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണമെന്ന് പറയും. ആവർത്തന പുസ്തകം അതിന്റെ 17-ാം അധ്യായം Deuteronomy 17:8-13 വായിച്ചാൽ മതി. അതിന്റെ 12 മുതൽ 12ഉം 13ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേലിലെ പുരോഹിതന്മാർക്ക് വിധേയപ്പെട്ടിരിക്കാത്ത, പുരോഹിതന്മാരെ അനുസരിക്കാതെ ധിക്കാരം കാണിക്കുന്നവരെ ജനത്തിന്റെ മധ്യത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. നിങ്ങളോരെ പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ, ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ദൈവദാസന്മാർ അനുസരിക്കാതെ ധിക്കാരം കാണിക്കുന്നവരോട് ദൈവത്തിന്റെ മനോഭാവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെയാണ്. ഇതൊക്കെ, ഈ മേഖലകളൊക്കെ നമ്മുടെ സഭയിൽ ഊന്നി പഠിപ്പിക്കേണ്ടുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൂട്ടങ്ങളിൽ ഒരുപാട് പോരായ്മയുടെ വശമുണ്ട്. അത് നമ്മുടെ കൂട്ടത്തിൽ നാം പറയേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എവിടെ അത് പറയുക? ഈ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് അവരെ കുറിച്ച് തന്നെ ഒരു ബോധ്യം വേണ്ടേ? ദൈവം എന്നെ ആക്കി വെച്ചിരിക്കുന്ന ബോധ്യം വേണ്ടേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ ഞാനും ഒരു മൂപ്പനായ സഹോദരനും കൂടെ ഒരുമിച്ച് സുവിശേഷ വേലയ്ക്ക് പോയപ്പോ
ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടുകാർ മർത്തോമക്കാരായിരുന്നു. അവർ ഞങ്ങളോട് ചോദിച്ചു, എന്റെ കൂടെയുള്ളത് ഒരു സഭയിലെ മൂപ്പനാണ്. അവർ ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ ആരാണെന്ന് ചോദിച്ചു. ആ വാക്കാണ് ചോദിച്ചത്, നിങ്ങളുടെ സഭയിലെ പാസ്റ്റർ ആരാണെന്ന് ചോദിച്ചു. അപ്പോ മൂപ്പനായ സഹോദരൻ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് പാസ്റ്റർമാരില്ല എന്ന് പറഞ്ഞു. എനിക്ക് വളരെ ദുഃഖം തോന്നി. ഞങ്ങൾക്ക് പാസ്റ്റർമാരില്ലെന്ന് പറഞ്ഞു. ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ബ്രദറെ, മറുപടി കൊടുത്തത് തെറ്റിപ്പോയല്ലോ. ആ ചോദ്യത്തിന് മറുപടി എന്തായിരുന്നു പറയേണ്ടത്? ഞാനാണ് ഞങ്ങളുടെ സഭയിലെ പാസ്റ്റർ എന്നല്ലേ പറയേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സഭകളുടെ മറ്റൊരു പോരായ്മയുടെ വശം, ദൈവം ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന സഹോദരന്മാർക്ക് തങ്ങളുടെ ദൈവം തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയുടെ അധികാരത്തെക്കുറിച്ചോ ആ ശുശ്രൂഷയുടെ ഗൗരവബോധത്തെക്കുറിച്ചോ ആത്മികമായ നിലയിലുള്ള ഒരു ബോധ്യം പലപ്പോഴും ഉണ്ടാകാൻ, അതും നമ്മുടെ ശുശ്രൂഷകളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ അനുസരിക്കുന്നതിനും ആദരിക്കുന്നതിനും ഒക്കെ വിമുഖത കാണിക്കും. നമ്മുടെ സഭയിലെ മൂപ്പന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്നത് പുള്ളി താമസിക്കുന്ന ഇവിടെയാണെന്ന് പറയും. പുള്ളി എന്നൊക്കെയാ പറയുന്നത്. സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുന്നത് പോലെയാണ് സഭയിലെ മൂപ്പന്മാരെ കുറിച്ച് പറയുന്നത്. ഒരു മൂപ്പനും 2-3 സഹോദരന്മാർ വെളിയിലുള്ള നമ്മുടെ സഭയിലല്ല, ഗസ്റ്റായിട്ടുള്ള 2-3 സഹോദരന്മാരും കൂടെ ഒരു വീട്ടിൽ കയറി ചെന്നാൽ ആർക്ക് ആദ്യം സീറ്റ് കൊടുക്കേണ്ടത്? മൂപ്പന് സീറ്റ് കൊടുത്തതിന് ശേഷമേ ബാക്കിയുള്ളവർക്ക് സീറ്റ് കൊടുക്കാവൂ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ സമുദായത്തിൽ പോയി പഠിക്കണം. സമുദായത്തിലെ അധ്യക്ഷന്മാരെ കുറിച്ച്, അവരുടെ ഇടവകാംഗങ്ങൾ ഏത് നിലയിലാണ് അവരെ ആദരിക്കുന്നത്, അത് ദൈവികമായ നിലയിൽ അല്ലെങ്കിൽ പോലും അവർ കൊടുക്കുന്ന ആദരം നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സഭകളിൽ സംഭവിച്ചിട്ടുള്ള ഈ അനുസരണക്കേടിന്റെ അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് കീഴ്പ്പെടാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ദൈവദാസന്മാർ തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് ശരിയായ ബോധ്യം അവർക്കില്ലാതെ അവരൊരു സാധാരണക്കാരെ പോലെ നോക്കുക. അവരുടെ ശുശ്രൂഷ അവർ ചെയ്യുന്നെങ്കിലും അവർ സാധാരണക്കാരാണെന്നുള്ളത് സംശയമില്ല. എങ്കിലും തങ്ങളുടെ ശുശ്രൂഷയെ കുറിച്ച് ബോധ്യമില്ലാതെ അവർ പെരുമാറുന്നു. അതുകൊണ്ട് ഈ കാലത്ത് എന്തും നമ്മുടെ മധ്യത്തിൽ നടക്കും. കല്യാണമൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ ഒരു കണക്കിന് ഈ കോവിഡ് ഒക്കെ വന്നത് ഒരു അനുഗ്രഹമായി എന്ന് വേണം നമുക്ക് ആഗ്രഹിച്ച് ചിന്തിക്കാൻ. ഒടുപോലെ നടന്നിരുന്ന കല്യാണങ്ങൾക്കൊക്കെ ഇക്കാലത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഈ ചുവട് പിടിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ് ഇപ്പോഴുള്ള ആ ഒതുങ്ങിപ്പോകുന്ന രൂപത്തിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അനുഗ്രഹമായിരിക്കും. ഇത് വരുന്നതിന് മുമ്പൊക്കെ ഏതൊരു ആർഭാടത്തിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. സഭയിലെ മൂപ്പനൊരു വാക്ക് പറയാൻ ഒക്കുമോ? അങ്ങനെ പാടില്ല, നമുക്ക് അങ്ങനെ അല്ല, നമുക്ക് യോഗ്യമല്ല എന്ന് പറഞ്ഞാൽ ആരനുസരിക്കും? നമ്മുടെ സഭാന്തരീക്ഷത്തെ അങ്ങേയറ്റം മോശമാക്കി കളഞ്ഞ ഒരു കീഴ്വഴക്കമാണ്, ഒരു പാരമ്പര്യമാണ് കഴിഞ്ഞ കാര്യങ്ങളിൽ നാം അനുവർത്തിച്ചു പോരുന്നത്. അതിന് മാറ്റമുണ്ടായില്ലെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെ കൂട്ടങ്ങൾ സമുദായങ്ങളായിട്ട് അധപ്പതിച്ചു പോകാൻ ഇനി സമയം അധികം ബാക്കിയില്ല. മൂന്നാമത്തെ കാര്യം, സഭയിലെ വിശ്വാസികൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടുന്ന മൂന്നാമത്തെ കാര്യം, അവര് ദൈവവചനത്തോടുള്ള മനോഭാവം ശരിയായ രീതിയിൽ പാലിക്കും. നമ്മളെ പോലെ വചനം പഠിക്കുന്നവരാരാ? വചനം പഠിക്കാൻ അവസരം കിട്ടിയിട്ടുള്ളവർ നമ്മളെ പോലെ ആരാ? ഉപദേഷ്ടാക്കന്മാർക്ക് ഒരു കുറവും ഒരു കാലത്തും നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാലത്തും നമ്മുടെ മധ്യത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ കുറവ് ഉണ്ടായിട്ടില്ല. എന്തിനാണ് വേദപുസ്തകം പഠിക്കുന്നത്? എന്തിനാണ് പ്രസംഗം കേൾക്കുന്നത്? ആവർത്തന പുസ്തകം 5-ാം അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 1, അതിന്റെ 1-ാമത്തെ വാക്യം. മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലെ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പി, അവയെ പഠിക്കുകയും പ്രമാണിച്ചനുസരിക്കുകയും ചെയ്യും. നിങ്ങൾ കേൾക്കണം. അത് നമ്മൾ ചെയ്യുന്നു. നമ്മൾ കേൾക്കുന്നത് എന്തിനാ? പഠിക്കാൻ വേണ്ടിയാണ്.
പഠിക്കുന്നതിന്റെ പിന്നിലെ ബുദ്ധിമുട്ടും പരിശ്രമവും അത് ഞാൻ പറയേണ്ടതില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിക്കുന്നുണ്ട്. വേദപുസ്തകം പഠിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. KG-യിൽ കുഞ്ഞുങ്ങളെ വിട്ട നാൾ മുതൽ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിത്തത്തിന്റെ പിന്നിൽ ഒരുപാട് പരിശ്രമവും ഇല്ലേ? അപ്പൊ വേദപുസ്തകം കേൾക്കുന്നത് പഠിക്കാൻ വേണ്ടി, കേൾക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുകയില്ല, പഠിക്കുന്ന കാര്യങ്ങളെ നാം അനുസരിക്കൂ. വേദപുസ്തകത്തിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിക്കാം. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ആവർത്തനം 4:10. വിശേഷാൽ ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം നീ മറക്കരുത്. ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം നീ മറക്കരുത്. ഇസ്രായേലിന് അത് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ പേടിച്ച് വിരണ്ടുപോയി. എന്നിട്ട് അവർ മോശയോട് പറഞ്ഞു, ഈ ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അവർ ദൈവ സാന്നിധ്യത്തിൽ ഭയപ്പെട്ടു പോയി. ആ കത്തിക്കാളുന്ന തീയും എല്ലാം കണ്ടവർ ഭയപ്പെട്ടു പോയി. അതാണ് പറയുന്നത്, ഹോരേബിൽ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന ദിവസത്തിൽ ഉണ്ടായ കാര്യം മറക്കരുത്. അന്ന് യഹോവ എന്നോട്, ജനത്തെ എന്റെ അടുക്കൽ വിളിച്ചു കൂട്ടുക, ഞാൻ എന്റെ വചനങ്ങൾ അവരെ കേൾപ്പിക്കും. അവർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളൊക്കെയും എന്നെ ഭയപ്പെടുവാൻ പഠിക്കുകയും. വേദപുസ്തകത്തിലെ സത്യങ്ങൾ നാം കേൾക്കണം, വചനം കേൾക്കണം, കേട്ടിട്ട് കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. ആ പഠനത്തിലേക്ക് വെച്ച് ഏറ്റവും പ്രധാനമുള്ളത്, പ്രിയപ്പെട്ടവരെ, അവനെ ഭയപ്പെടാൻ പറ്റും. പഠനത്തിന് നമുക്ക് കുറവില്ലല്ലോ, പഠിപ്പിക്കുന്നവർക്കും കുറവില്ലല്ലോ. പക്ഷെ വല്ല പേടിയുണ്ടോ ദൈവത്തെ? നാം ദൈവത്തെ ഭയപ്പെടാൻ നാം പഠിച്ചിട്ടുണ്ടോ? അടുത്ത വാക്യം, ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കുകയും അവർ എന്നെ ഭയപ്പെടാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം. തലമുറകൾ ദൈവഭക്തിയിൽ മുൻപോട്ട് പോകാൻ ഈ ഒരൊറ്റ വാക്യം നാം പ്രാക്ടീസ് ചെയ്താണ്. കർത്താവിന്റെ വരവിന് താമസമുണ്ടെങ്കിൽ ദൈവം നമുക്ക് തലമുറകളെ തന്നാൽ, തലമുറകൾ ദൈവത്തെ ഭയപ്പെടാൻ ഈ ഒരു വാക്യം മാത്രം നാം അനുസരിച്ചാൽ മതി. നാം മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കുകയും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുകയും വേണം. നമ്മളിൽ നിന്ന് മക്കൾ ദൈവഭയം പഠിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങള് നന്നാകണമെങ്കിൽ അപ്പൻ പറഞ്ഞു കൊടുക്കുന്ന വാക്യങ്ങൾ പഠിച്ചാൽ നന്നാകത്തില്ല. സൺഡേ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഥകൾ പഠിച്ചാൽ അവർ നന്നാകത്തില്ല. ഈ വാക്യങ്ങൾ പറഞ്ഞു കൊടുത്ത അപ്പൻ ദൈവത്തെ ഭയപ്പെടുന്നത് കണ്ടാൽ ഈ കുഞ്ഞുങ്ങൾ നന്നാകും. കള്ളയം പറയാതിരിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്നത് കണ്ടാൽ, വേദപുസ്തകം വളരെ ഭയഭക്തിയോടുകൂടെ കൈകാര്യം ചെയ്യുന്നത് കണ്ടാൽ, കയ്യിൽ കിട്ടുന്ന പൈസയുടെ കുറഞ്ഞപക്ഷം ദശാംശമെങ്കിലും കൃത്യമായി മാറ്റിവെച്ച് സഭയിൽ സ്തോത്രാഴ്ചയിടുന്നത് കണ്ടാൽ, സഭയിൽ വീട്ടിൽ നിന്ന് റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് വസ്ത്രം മേടിക്കാനായിട്ട് പോകുമ്പോ പ്രാർത്ഥിച്ചു പോകുന്നത് കണ്ടാൽ, നമ്മൾ ആരും ചെയ്യാറുണ്ടോ? പ്രാർത്ഥിച്ചിട്ടാണോ നാം തുണി മേടിക്കാൻ പോകുന്നത്? ദൈവത്തെ ഭയപ്പെടുന്ന അപ്പനാണെങ്കിൽ പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ കുഞ്ഞിന്, ഞാൻ 16 വയസ്സുള്ള കുഞ്ഞാ, അവക്ക് ഞാനൊരു ഡ്രസ്സ് മേടിക്കാൻ പോകുകയാണ്. ഈ കാലത്ത് യോഗ്യമായ ഡ്രസ്സ് കിട്ടാൻ വിശ്വാസികളുടെ ഫാഷനുള്ള, വിശ്വാസികളുടെ ഡിസൈനുള്ള ആ ഡ്രസ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കർത്താവ് എനിക്ക് കൃപ തരണം, അയോഗ്യമായ ദൈവത്തിലുള്ള ഡ്രസ്സൊന്നും എടുത്തുകൊണ്ട് വരാൻ എനിക്ക് ഇടവരരുത്. പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തെ ഭയപ്പെടുന്നത് മക്കൾ, അപ്പനമ്മമാർ ദൈവത്തെ ഭയപ്പെടുന്നത് മക്കൾ കാണാം. വേദപുസ്തകത്തിന്റെ പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാ.
നിങ്ങൾ കേൾക്കണം, പഠിക്കണം, എന്നെ ഭയപ്പെടാൻ പഠിക്കണം. 5-ാം അധ്യായം, ആവർത്തനം 5-ാം അധ്യായം, അതിന്റെ ഇസ്രായേൽ ആ ദൈവത്തിന്റെ പർവ്വതത്തിലെ ആ കാഴ്ച കണ്ടിട്ട് ഭയപ്പെട്ടു പോയി. അത് 22 മുതൽ വായിക്കേണ്ടതാണ്, സമയമില്ല. അവർ പറയുന്നത് 27-ാമത്തെ വാക്യം, നീ അടുത്ത് ചെന്ന്, മോശയോട് പറയാം, ഇസ്രായേൽ മോശയോട് പറയുകയാണ്, നീ അടുത്ത് ചെന്ന് നമ്മുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നതൊക്കെയും കേൾക്കാം. നമ്മുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്യുന്നതൊക്കെയും ഞങ്ങളോട് പറക, ഞങ്ങൾ കേട്ടനുസരിച്ചു കൊള്ളാം. നിങ്ങൾ എന്നോട് സംസാരിച്ച വാക്കുകൾ യഹോവ കേട്ട് എന്നോട് കൽപ്പിച്ചത്. അതിന് മുമ്പ് പറയുന്നുണ്ട്, യഹോവ ഞങ്ങളോട് നേരിട്ട് സംസാരിക്കരുതേ. ദൈവമഹത്വം അവർ കണ്ടു, ദൈവത്തെ അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് ഈ യഹോവയുടെ വാക്കുകൾ നേരിട്ട് കേൾക്കുവാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. മോശയോട് പറഞ്ഞു, നീ യഹോവ പറയുന്നത് കേട്ടിട്ട് ഞങ്ങളോട് നീ വന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. ഞങ്ങൾ യഹോവ ഞങ്ങളോട് നേരിട്ട് പറയുന്നത് പോലെയുള്ള ഘനം നിന്റെ വാക്കുകൾക്ക് ഞങ്ങൾ തന്നുകൊള്ളാം. നീ ഞങ്ങളോട് പറയുന്നത് ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം എന്ന് ജനം മോശയോട് പറഞ്ഞു. ഈ മോശയോട് ജനം പറഞ്ഞത് കേട്ട് എന്നോട് കൽപ്പിച്ചത്, ഈ ജനം നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ കേട്ടു, അവർ പറഞ്ഞതൊക്കെ നല്ലത്. സ്വർഗത്തിലെ ദൈവം പറയുന്ന സാക്ഷ്യമാണ്. അവരിപ്പോൾ എന്നെ ഭയപ്പെടുന്നു, എന്നിൽ നിന്ന് നേരിട്ട് വാക്കുകൾ കേൾക്കാൻ അവർക്ക് ഭയം തോന്നുന്നു. അവർ ദൈവമഹത്വം കണ്ടപ്പോ അവർക്ക് അവരുടെ ഉള്ളിൽ ദൈവത്തെ ഭയപ്പെട്ടിട്ട് അവർ പറഞ്ഞതൊക്കെ നല്ലത്, അവർക്കും അവരുടെ മക്കൾക്കും എന്നേക്കും നന്നായിരിക്കാൻ അവർ എന്നെ ഭയപ്പെടേണ്ടതിനും എന്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കേണ്ടതിനും ഇങ്ങനെയുള്ള ഹൃദയം അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്ന്. നിങ്ങളൊരു നമ്മളെ കുറിച്ച് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഹൃദയം, ദൈവത്തെ ഭയപ്പെടുന്ന ഹൃദയം നമുക്കുണ്ടായിരുന്നെങ്കിൽ എത്ര നന്ന്. സഭാഹോളുകളിലൊക്കെ എത്ര നിസ്സാരമായ നിലയിലാണ് ആളുകൾ ഏർപ്പെടുന്നല്ലേ. നമ്മുടെ സഭകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലം സഭാ ഹോളുകളിലും എന്തെല്ലാം കാര്യങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ളത്. സഹോദരന്മാർ തമ്മിൽ സംസാരിക്കുന്നത്, ഇത് ദൈവസഭ കൂടുന്ന സ്ഥലമാണെന്നും ദൈവ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നും ഇതൊന്നും യാതൊരു ബോധ്യവുമില്ലാതെ ഇവിടുവരെ നാം ഏർപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നാം നമ്മുടെ സഹോദരന്മാരെ ഉള്ളുകൊണ്ടെങ്കിലും നിസ്സാരന്മാരാണെന്ന് ഗണിച്ചിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവഭയം നമ്മിൽ ഇല്ലാത്തത് കൊണ്ടാണത് സംഭവിച്ചത്. അപ്പൊ നാം വേദപുസ്തകത്തോടുള്ള നമ്മുടെ മനോഭാവത്തെ കുറിച്ച് ഞാൻ പറയുന്നു. വേദപുസ്തകത്തെ കുറിച്ചുള്ള നമ്മുടെ മനോഭാവം, ഈ പുസ്തകം നാം പഠിക്കുന്നത്, ഈ പുസ്തകം കേൾക്കണം, ഇത് നാം പഠിക്കണം. ഈ പുസ്തകത്തിൽ വെച്ച് നാം പഠിക്കേണ്ടത് ദൈവത്തെ ഭയപ്പെടാൻ പഠിക്കണം. പഴയ നിയമം പുതിയ നിയമം ഒക്കെ നാം പഠിക്കണം. പ്രത്യേകിച്ച് നാം പഴയ നിയമം പഠിക്കുമ്പോൾ ഒരു കാര്യം നാം ആവർത്തിച്ച് പഴയ നിയമത്തിൽ അനേക ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ബൈബിൾ സ്റ്റഡിയിൽ ഞാൻ പറഞ്ഞല്ലോ, ബോംബെയിലെ സഹോദരന്മാർ ഒരുമിച്ച് ചേർന്ന് പഠിക്കുന്ന പഠനമാണ്. അതിൽ എസെക്കേൽ പ്രവചനമാണ് പഠിക്കുന്നത്. കഴിവുള്ളിടത്തോളം സഹോദരന്മാർ ആ പഠനത്തിൽ പങ്കുകൊള്ളണം. കാരണം എസെക്കേൽ പോലുള്ള പ്രവചന ഭാഗങ്ങൾ നമ്മുടെ സഭകളിൽ വിരളമായിട്ടേ നാം പഠിക്കാറുള്ളൂ. അപ്പൊ അവിടെ പഠിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്, ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നല്ല കാലത്ത് അറിയേണ്ടതാണ്. നല്ല കാലത്ത് ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. എന്നാൽ ആരോഗ്യമുള്ള കാലത്ത്, സമൃദ്ധിയുള്ള കാലത്ത് ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയാൻ ഇടവരുത്തും. പറഞ്ഞാൽ നാം ഇന്ന് ഭയപ്പെടാതിരിക്കുന്ന ദൈവത്തെ നാം ഭയപ്പെടത്തക്ക വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില അനുഭവങ്ങൾ ഉണ്ടാക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് നാം മറന്നുപോകും. വേദപുസ്തകം പഠിക്കണം, ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടി പഠിക്കണം. ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നത് കണ്ടിട്ട് എന്റെ മക്കൾ ദൈവത്തെ ഭയപ്പെടണം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകും.
നാം ലോകത്തിൽ എവിടെ ജീവിച്ചാലും നമ്മുടെ മക്കളാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പാദ്യം. അവരെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരെ ദൈവഭയം പഠിപ്പിക്കുവാൻ മറ്റൊരു മാർഗമില്ല. നമ്മുടെ ഭക്തജീവിതം കണ്ടിട്ട് വേണം, ദൈവഭയം കണ്ടിട്ട് വേണം പഠിക്കാൻ. എന്നാൽ ദൈവവചനത്തോടുള്ള മോശമായ തെറ്റായ മനോഭാവമാണ് നമ്മുടെ മധ്യത്തിൽ ഏറിയ പങ്ക് നാം കാണാം. വായിക്കാൻ നമുക്ക് സമയമില്ല. 2 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 3, 2 തിമോത്തിയോസ് അതിന്റെ 4-ാം അധ്യായം 3-ാമത്തെ വാക്യം നമുക്ക് കാണാപ്പാടം അറിയുന്ന വാക്യമാണ്. ഇപ്പൊ വായിക്കേണ്ട ആവശ്യമില്ല, ഞാനത് പറയാം. പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം. ആരെയാ പ്രസംഗിക്കാൻ വിളിക്കുന്നത്? കേൾക്കാൻ നല്ല ഇമ്പമുള്ള രൂപത്തിൽ പ്രസംഗിക്കുന്നവരെയാണ് നാം. അല്ലാത്തവരുടെ പ്രസംഗം നമുക്ക് അങ്ങോട്ട് ശരിയാകത്തില്ല. നമ്മുടെയൊക്കെ സ്ഥലം സഭയെ നല്ല കൃപയോടുകൂടെ ശുശ്രൂഷ ചെയ്യാൻ പ്രാപ്തി നൽകിയിട്ടുള്ള സഹോദരന്മാർ, അവർക്ക് ഒരേറ്ററിയില്ല, അവർക്ക് പ്രസംഗ പാഠവും ഉണ്ടായിരിക്കില്ല. സഹോദരന്മാരെ, കേരളത്തിലെ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ സഭകൾ വളർത്തിയെടുത്ത ഒരു തെറ്റായ രീതിയാണ് പ്രസംഗ പാഠവം എന്നുള്ളത്. പ്രസംഗരെ കുറിച്ചൊക്കെ എന്താ പറയുന്നത് സഹോദരന്മാരെ? ഇപ്പൊ ആള് തെളിഞ്ഞിട്ടുണ്ടെന്ന് പറയും. എന്ത് തെളിഞ്ഞിട്ടുണ്ടെന്നായി പറയുന്നത്? വാചക കസരത്തുണ്ടെന്ന. പണ്ടത്തേത് പോലെ അല്ല. കയറി നിന്നാൽ ഗംഭീരമായി പ്രസംഗിക്കും. ഇങ്ങനെ ഗംഭീരമായി പ്രസംഗിക്കുന്ന വാചക കസരത്തുള്ള പ്രസംഗകന്മാരെ നാം പെരുക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? സ്ഥലസഭകളിൽ സഹോദരന്മാർ വചനം പഠിച്ചിട്ട് ആ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ബോധ്യപ്പെടുത്തിയ സത്യങ്ങളെ എഴുന്നേറ്റ് നിന്ന് തനതായ ശൈലിയിൽ പറയുമ്പോൾ അതൊന്ന് ഉൾക്കൊള്ളാനോ, അത് കേൾക്കാനോ, അത് കേട്ടിട്ട് ദൈവത്തെ സ്തുതിക്കാനോ നമുക്ക് ഒക്കുന്നില്ല. എന്താ നാം ആരോടെ തട്ടിച്ചു നോക്കുന്നത്? ഒടിപൂരമായിട്ട് പ്രസംഗിക്കുന്ന പ്രസംഗകരോട് തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ സഭയിലെ ഈ പാവപ്പെട്ട സഹോദരൻ പറയുന്നതിന് ചെവി കൊടുക്കാൻ നമുക്ക് തോന്നുകയില്ല. അത്യന്തം ദുഃഖകരമായ സ്ഥിതിയാണ്. ഓരോ സഭയിലും ശുശ്രൂഷകൾ ചെയ്യേണ്ടത് ആ സഭയിലെ സഹോദരന്മാരാണ്. മറ്റുള്ളവരെ വിളിച്ച് ശുശ്രൂഷ ചെയ്യിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ശുശ്രൂഷ ചെയ്യുന്നതിൽ ആ സ്ഥലം സഭയിലെ സഹോദരന്മാർ, അവർക്ക് അവിടെ സാധ്യത ഉണ്ടാകണം, സാഹചര്യം ഉണ്ടാകണം, അവർ ശുശ്രൂഷയിൽ വളർന്നു വരണം. ഒരു ബൈബിൾ ക്ലാസ് എടുക്കണമെങ്കിൽ എപ്പോഴും വെളിയിൽ നിന്ന് ആളുകൾ വന്നേ ഒക്കെയുള്ളൂ. കർണരസമാകുമാർ ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്നു, പഥ്യോപദേശം പൊറുക്കാതെ. വചനത്തിലെ തനിമയുള്ള ഉപദേശം കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമില്ല. കാരണം അത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ടുള്ള സത്യത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവഭയം വേണം, അല്ലെങ്കിൽ ഒക്കെ ഇല്ല. 2-ാമത്തെ വാക്യം, അത് നമുക്ക് വായിക്കാൻ ആവശ്യമുള്ള വാക്യമാണ്. സമയമില്ലെങ്കിലും നമുക്കത് വായിക്കണം. എസെക്കിയേൽ 33, അതും നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള വാക്യമാണ്. എങ്കിലും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വചനത്തോടുള്ള, വചന കേൾവിയോടുള്ള നമ്മുടെ തെറ്റായ മനോഭാവത്തെ മനസ്സിലാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വാക്യമായതുകൊണ്ട് ആ വാക്യം നമുക്ക് എളുപ്പം ഒന്ന് വായിക്കാനായിട്ട് ആവശ്യമുള്ള വാക്യമാണ്. എസെക്കിയേൽ 33-ാം അധ്യായം അതിന്റെ 30 മുതലുള്ള വാക്യം. 33-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യം ഒരു പക്ഷേ നാം മുമ്പ് വായിച്ചു കാണും. ഈ വാക്യം മനുഷ്യപുത്ര, കരികത്തും വീട്ടുവാതിൽക്കും വെച്ച് നിന്നെ കുറിച്ച് സംഭാഷിക്കുന്നു. യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട് എന്തെന്ന് വന്ന് കേൾപ്പീൻ എന്ന് തമ്മിലും ഓരോരുത്തരും താൻ്റെ സഹോദരനോടും പറയും. പ്രവാചകൻ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് എന്ന് ഇവർ അന്യോന്യം പറയുക, വന്ന് കേൾക്കാൻ പറയുക. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. അപ്പൊ നിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സംഘം കൂടി വന്ന ആളുകളെ നിനക്ക് വിളിക്കാം, ദൈവമക്കളെ എന്ന് വിളിച്ച് പറയാം. അവർ എന്റെ ജനമായിട്ടാണ് നിന്റെ മുമ്പിൽ വന്നിരുന്ന് നിന്റെ വചനത്തെ കേൾക്കുന്നത്. കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ. എന്നാൽ അവയെ ചെയ്യുന്നില്ല. അവർ ചെയ്യാൻ വേണ്ടി അല്ല ഈ വന്ന് കേൾക്കുന്നത്. ഈ പ്രവാചകന്റെ പ്രസംഗം കേൾക്കാൻ സംഘമായി കൂടി വന്ന് പ്രവാചകന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ, മനസ്സിന്റെ ഒരു കോണിലെങ്കിലും
ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള താല്പര്യമില്ല. ആ താല്പര്യത്തോടു കൂടി അല്ല കേൾക്കുന്നത്. അവയെ ചെയ്യുന്നില്ല. വായ കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. പ്രവാചകൻ പ്രസംഗിക്കുന്നത് മുഴുവനും ദുരാഗ്രഹത്തെ കുറിച്ചാണ്. ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ദുരാഗ്രഹത്തെ കുറിച്ചാണ് പ്രവാചകൻ പ്രസംഗിക്കുന്നത്. പക്ഷെ പ്രവാചകൻ ഏത് വിഷയത്തെ കുറിച്ച് പ്രസംഗിക്കുന്നുവോ ആ പ്രസംഗം കേൾക്കാൻ ഇവർക്ക് ഇഷ്ടമുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ദുരാഗ്രഹത്തെ, ദുരാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത് എന്തും ദുരാഗ്രഹമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാത്തത്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ടുള്ള മുഴുവൻ ആഗ്രഹങ്ങളും ദുരാഗ്രഹമാണ്. ഇത് പ്രവാചകന്റെ പ്രസംഗത്തിലൂടെ വെളിപ്പെട്ട് വരും. എന്നിട്ട് അവർ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുര സ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തിന്റെ പ്രേമഗീതം പോലെ ഇരിക്കും. പ്രവാചകന്റെ പ്രസംഗത്തെ ഇവര് താരതമ്യം ചെയ്യുന്ന നോക്കിക്കേ. ഇത് പ്രവാചകൻ പ്രസംഗിക്കുമ്പോ കരയേണ്ടവര് പ്രവാചകൻ പ്രസംഗിക്കുമ്പോ ചിരിക്കുക, ആനന്ദിക്കുക. ഏത് മേഖലയിൽ ആനന്ദിക്കുന്നത്? കേൾക്കാൻ നല്ല സുഖമാണ്. പ്രവാചകന്റെ പ്രസംഗം കേട്ടിട്ട് എന്ത് ചെയ്യണമായിരുന്നു? ഉപവാസത്തിന് വേണ്ടി, തലമൊട്ടയടിക്കേണ്ടതിന് വേണ്ടി, ഇരട്ടുടുത്ത് വെണ്ണീറിലിരിക്കേണ്ടതിന് വേണ്ടിയാണ് പ്രവാചകൻ വിളിക്കുന്നത്. പക്ഷെ കേൾക്കുന്നവർക്ക് ഇത് തോന്നുന്നത് പ്രേമഗീതം പോലെയാണ്. എന്നിട്ട് കർത്താവ് ചോദിക്കുന്നത്, അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ലതാനും. എന്നാൽ അത് സംഭവിക്കുമ്പോ ഇതാ അത് വരുന്നു, അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നാണ്. ഇതാ അത് വരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞ ദൈവത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ന്യായവിധി വരുന്നു. അത് വരുമ്പോ അവർ തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്ന് അന്ന് അറിയും. സഹോദരി സഹോദരന്മാരെ, ഒരു പ്രത്യേക കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? ദൈവത്തിന്റെ വചനത്തോടുള്ള നമ്മുടെ മനോഭാവം ഇതാണോ? അതോ ഞാൻ നിങ്ങളും അറിവ് ചീർപ്പിക്കുന്ന വിധത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അനേക കാര്യങ്ങൾ കേട്ടതുകൊണ്ട് ഒരുപാട് അറിവുകൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഈ അറിവുകൾ നമ്മെ ചീർപ്പിച്ചു വെച്ചിരിക്കുകയാണോ? ഇതാണ് നമ്മുടെ മനോഭാവം. എനിക്കറിയാമെന്നുള്ള ഭാവമാണ് നമ്മുടെ അന്തരംഗത്തിൽ വചനത്തെ കുറിച്ചുള്ളത്. അതോ നാം കൂടുതൽ കൂടുതൽ ശ്രദ്ധയോടുകൂടെ പഠിക്കുമ്പോൾ നമ്മെ കുറിച്ചൊരു ലജ്ജ തോന്നുന്നുണ്ട്. എന്റെ കർത്താവെ, 40 കൊല്ലമായി വേദപുസ്തകം പഠിക്കാൻ തുടങ്ങിയിട്ട് കർത്താവെ ഞാൻ ലജ്ജിക്കുന്നു, എനിക്കൊന്നും അറിയത്തില്ലല്ലോ കർത്താവ്. നിന്റെ ഈ വലിയ അങ്ങയുടെ ജ്ഞാനത്തിന്റെ നിധിയുടെ ഏതെങ്കിലും ഒരു അംശം പോലും ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ കർത്താവ്. ഇങ്ങനെയുള്ള ബോധമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അത് കുറച്ചൊക്കെ എനിക്ക് അറിയാമെന്നുള്ളതിന്റെയാണ്. ദൈവവചനത്തോടുള്ള ശരിയായ മനോഭാവം ഇല്ലാത്തൊരു വിശ്വാസിക്ക് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ ഒക്കെയില്ല. ആളുകൾ എത്രമാത്രം, ദൈവദാസന്മാർ എന്തുമാത്രം വചനം പരിശ്രമിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ വചനത്തോട് നല്ല മനോഭാവം ഉള്ള ഒരു വിശ്വാസി ഈ വചന പഠനം അവരുടെ ജീവിതത്തിൽ ഗുണം ചെയ്യുകയില്ല. 1 തെസ്സലോനിക്കർ 2:13 വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞു പോകുകയാണ്. 1 തെസ്സലോനിക്കർ 2:13 അവിടെ വായിക്കുന്നത് ദൈവത്തിന്റെ വചനം തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അവരുടെ മനോഭാവം ഉണ്ടായിരുന്നു. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാ, റൈറ്റ് ആറ്റിറ്റ്യൂഡാ. സാക്ഷാൽ ദൈവവചനമായിട്ട് കൈക്കൊണ്ടു പൗലോസ് പ്രസംഗിച്ചു. പൗലോസ് പ്രസംഗിച്ചപ്പോ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ, വിഗ്രഹങ്ങളെ വിട്ടു വന്ന വിശ്വാസികൾ സാക്ഷാൽ ദൈവവചനമായിട്ട് കൈക്കൊണ്ടു. എന്റെ ജീവിതത്തിൽ ഞാനത് ധാരാളം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യ വിശ്വാസികളോട് വചനം പറയുന്നതും വിഗ്രഹങ്ങളെ വിട്ടുവന്ന പുതിയ വിശ്വാസികളോട് വചനം പറയുന്നതും തമ്മിലുള്ള ആ വചനത്തിന്റെ കൈക്കൊള്ളലിലുള്ള വ്യത്യാസം ഞാൻ ധാരാളം അനുഭവിച്ചു. ഒരിക്കൽ ഞങ്ങളുടെ സഭയിൽ കത്തോലിക്കയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പ്രതാപമുള്ള ഒരു കത്തോലിക്ക വീടാണ്, കന്യാസ്ത്രീയും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളതാണ്. എന്നാൽ ഈ ചെറുപ്പക്കാരനായ സഹോദരൻ രക്ഷിക്കപ്പെട്ടു. താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നതിന് മുൻപ് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. താൻ ഒരു ബാച്ചിലറാണ്, ചെറുപ്പക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട്
ആ സഹോദരനോട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ആഭരണത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് പഠിക്കാവുന്നതാണ്. ഞാന് 2-3 വാക്യങ്ങൾ വായിച്ചു. രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, തനിക്ക് ഒരുപാട് പരിജ്ഞാനമില്ല, സ്നാനപ്പെട്ടില്ല, സ്നാനപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. ആഭരണത്തെ കുറിച്ചുള്ള 2-3 വാക്യങ്ങൾ ഞാൻ വായിച്ച് 3 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ആ സഹോദരനോട് പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. എന്നോട് ഇങ്ങനെയാ പറഞ്ഞു, ഇനി എനിക്ക് വാക്യങ്ങൾ കേൾക്കേണ്ടെന്ന്. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു ആഭരണം എന്ന് പറയുന്നത് കയ്യിലെ മോതിരമായി. ഇനി എനിക്ക് വാക്യങ്ങൾ കേൾക്കണ്ട എന്ന് പറഞ്ഞ ഈ സഹോദരൻ അപ്പോ തന്നെ തന്റെ കയ്യിലെ മോതിരം താൻ ഊരി ഉപേക്ഷിച്ചു. വിഗ്രഹങ്ങളെ വിട്ട് ദൈവഭാഗത്തേക്ക് വന്ന ഒരു സഹോദരൻ സാക്ഷാലാകുന്നത് പോലെ, തനിക്ക് വ്യാഖ്യാനമൊന്നും വേണ്ട, തനിക്ക് എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, തനിക്ക് കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് ഞാൻ കൈക്കൊണ്ടു. എന്നാൽ ഏതാണ്ട് അതേ കാലത്ത് ഒരിക്കൽ ഞങ്ങളുടെ സഭയിൽ ഉണ്ടായിരിക്കുകയും പിന്നീട് മറ്റൊരു സഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ വേറൊരു സഭയിലേക്ക് പോയ ഒരു പാരമ്പര്യക്കാരനായിട്ടുള്ള സഹോദരൻ. അദ്ദേഹം ഞങ്ങളുടെ സഭയിൽ നിന്ന് പോകുന്നത് വരെ കയ്യിൽ ആഭരണമൊന്നും ഉണ്ടായിരുന്നില്ല, മോതിരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് പോയതിനു ശേഷം താൻ വിവാഹം കഴിച്ചു പിന്നീട് ഒരിക്കൽ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മോതിരം കിടക്കും. ഞാൻ ആ സഹോദരനെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ, കയ്യിലൊരു മോതിരം കിടക്കുന്നല്ലോ, എന്താ അങ്ങനെ? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ മറുപടി ഇത് സൈമൺ സാർ പഠിപ്പിച്ച തെറ്റായ ഉപദേശമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സഹോദരന്റെ പിതാക്കന്മാർ സൈമൺ സാറിന്റെ കാലത്തെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന ആളുകളാണ്. പാരമ്പര്യമുണ്ട് പറയാൻ. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് സൈമൺ സാർ പഠിപ്പിച്ച തെറ്റായ ഉപദേശമാണെന്ന്. എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. 2 സഹോദരന്മാർ തമ്മിലുള്ള വ്യത്യാസം. വിഗ്രഹങ്ങളെ വിട്ട് ഉപേക്ഷിച്ചു വന്ന ഒരു സഹോദരൻ, തനിക്ക് ആ മോതിരം ഊരുന്നത് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ട്, തനിക്ക് പ്രയാസമുണ്ട്, തന്റെ സമൂഹത്തിൽ തന്റെ വീട്ടിൽ തനിക്ക് പല ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ ബ്രദറെ, എനിക്കിനി കൂടുതൽ വാക്യങ്ങൾ വേണ്ട. എന്നാൽ പാരമ്പര്യക്കാരായ വിശ്വാസികൾ വചനം അനുസരിക്കുന്നതിൽ, ഞാൻ മോതിരത്തിന്റെ കാര്യമോ ആഭരണത്തിന്റെ കാര്യമോ കണക്കിൽ കവിഞ്ഞ് പ്രാധാന്യം കൊടുത്ത് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ഉദാഹരണം പറഞ്ഞതാ. നമ്മുടെ മനോഭാവം, ദൈവത്തെ ഭയമില്ലാതെ ദൈവവചനം കേൾക്കും. അതുകൊണ്ട് സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി നാം കൈക്കൊള്ളുന്നില്ല. എന്നിട്ട് ആ വാക്യത്തിൽ വായിക്കുന്നത്, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് കൈക്കൊണ്ട് വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരുന്നു. വ്യാപരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വാക്കിന്റെ ശരിക്കുള്ള മീനിങ് എന്ന് പറയുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഈ ശരീരത്തിൽ ഈ രക്തം വ്യാപരിക്കുന്നില്ല, ശരീരത്തിന്റെ എല്ലാ ശിരകളിലും എല്ലാ ഭാഗത്തിലും ബ്ലഡ് ചെല്ലുന്നില്ലേ, ഇതുപോലെ ഈ സാക്ഷാൽ ദൈവത്തിന്റെ വചനമായിട്ട് കൈക്കൊണ്ടിട്ട് ഈ വചനം ചെല്ലേണ്ടുന്ന മേഖലകളിലെല്ലാം ഈ വചനം ചെന്നു. ഈ വചനം ചെന്നിട്ട് എവിടൊക്കെ തകർക്കണമോ, എവിടൊക്കെ കഴുകണമോ, എവിടെല്ലാം രൂപാന്തരം വരുത്തണമോ അവിടെ എല്ലാം രൂപാന്തരം വരുത്തി. ചുമ്മാതല്ല തെസ്സലോനിക്ക വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, അവർ നിമിത്തം അഖായയിൽ മാത്രമല്ല സുവിശേഷം ബഹുദൂരത്തോളം മുഴങ്ങിച്ചു. മടി തോന്നരുത് സഹോദരന്മാരെ, സത്യം പറയാൻ മടി തോന്നരുത്. മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്. സത്യം പറയുമ്പോ മനുഷ്യനെ നാം, സഹോദരന്മാരെ നാം ഭയപ്പെടരുത്. ഇങ്ങനെയാണ് നാം ദൈവത്തിന്റെ വചനം കൈക്കൊള്ളുന്നത്. ഇങ്ങനെ കൈക്കൊണ്ടാലേ, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വ്യാപരിച്ചാലേ നമുക്ക് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാനൊക്കെയുള്ളൂ. വേദപുസ്തകത്തിൽ ഭക്തിക്കൊരു വേഷമുണ്ട്, അല്ലേ? ഭക്തിയുടെ വേഷമുണ്ട്,
വേദപുസ്തകത്തിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസി കഴിക്കേണ്ടുന്ന ആഹാരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസി ധരിക്കേണ്ടുന്ന ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസി ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കർത്താവിന്റെ വകയാകയാൽ നമ്മൾ താന്താങ്ങൾക്കുള്ളവരല്ല, നമ്മൾ കർത്താവിൻ്റെതാണ്. അതുകൊണ്ട് നമ്മുടെ മുടിയുടെ നീളം പോലും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലും കർത്താവിന് താല്പര്യമുണ്ട്. ഒരു വിശ്വാസിയുടെ മുടിയുടെ കാര്യത്തിൽ താല്പര്യമുണ്ട് കർത്താവിന്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കർത്താവിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് വേദപുസ്തകം പഠിക്കണം. കർത്താവെ, ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കണം? അത് വചനത്തിൽ നിന്ന് പഠിച്ചിട്ട് വേണം. അല്ലെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ ധരിക്കുന്ന പോലെ ധരിക്കും. കർത്താവെ, ഞാൻ എങ്ങനെ ആഹാരം കഴിക്കുന്ന ഉപദേശം എന്താ വേദപുസ്തകത്തിലുള്ളത്? വീട് വെക്കേണ്ടുന്ന ഉപദേശം വേദപുസ്തകത്തിൽ എന്താ ഉള്ളത്? നമ്മുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ ഉപദേശം പുതിയ നിയമത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിലുണ്ട്. ഇത് പഠിക്കാൻ മനസ്സ് കാണിക്കാത്ത ഒരു വിശ്വാസിക്ക് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ ഇന്ന് പറഞ്ഞു തീർക്കാൻ അവസരം കിട്ടിയില്ല. കർത്താവ് അനുവദിച്ചാൽ മറ്റൊരിക്കൽ സമയം കിട്ടുമ്പോൾ ദൈവം അനുവദിച്ചാൽ ഇത് കൂടുതലായിട്ട് പറയും. ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു. ഒരു കാര്യം മാത്രമേ ഇന്ന് രാത്രി പറഞ്ഞു. കഴിഞ്ഞ രാത്രി 2 കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസികൾ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടണമെങ്കിൽ ശരിയായ ലീഡർഷിപ്പ് സഭയിലുണ്ടാകും. മൂപ്പന്മാരുണ്ടാകും. അഥവാ മൂപ്പന്മാരില്ലെങ്കിൽ ശുശ്രൂഷകൾ ചെയ്യാൻ മുമ്പോട്ട് വരുന്ന സഹോദരന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം, അവരെ ആദരിക്കണം. ഈ 2 കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാണ്. ഇന്ന് നാം ചിന്തിച്ചത് ദൈവവചനത്തോടുള്ള നല്ല മനോഭാവം. ഉപദേഷ്ടാക്കന്മാരെ പെരുക്കരുത്. ചെവിക്ക് കേൾക്കാൻ കൊള്ളുന്ന ഉപദേശത്തെ കുറിച്ച് ചിന്തിക്കരുത്. പഥ്യോപദേശത്തെ പഠിക്കണം. ഇത് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായി കൈക്കൊള്ളണം. അത് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കണം. അങ്ങനെ വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അതിന്റെ വാക്യങ്ങൾ വായിക്കേണ്ടതാണ്, സമയമില്ല. അങ്ങനെ വ്യാപരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം, നമുക്ക് പോഷണം ലഭിക്കും. പോഷണം, അങ്ങനെയാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത്. പോഷണം, നറിഷ്മെന്റ് ഉണ്ടാകും. ആ നറിഷ്മെന്റ് ഉണ്ടാകുന്നതിന്റെ ഫലം അകത്തെ മനുഷ്യൻ ബലപ്പെടും. വചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചിട്ട് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് നാം കൈക്കൊള്ളുമ്പോ ആ കൈക്കൊള്ളുന്ന വചനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വ്യാപരിക്കും. അങ്ങനെ ഈ വചനം വ്യാപരിക്കുമ്പോൾ നമുക്ക് പോഷണം ലഭിക്കും, നറിഷ്മെന്റ് കിട്ടും. ആ നറിഷ്മെന്റിലൂടെ വളർച്ച പ്രാപിക്കുന്ന അകത്തെ മനുഷ്യനാണ്. അകത്തെ മനുഷ്യൻ വളരുകയും പുറത്തെ മനുഷ്യൻ തളരുകയും ചെയ്യും. ഇതാണ് ക്രിസ്തീയ ജീവിതം. പുറത്തെ മനുഷ്യനെ വളർത്തിക്കൊണ്ട് കർത്താവിന് പ്രയോജനമുള്ള ജീവിതം നയിക്കാൻ നോക്കിയില്ല. പുറത്തെ മനുഷ്യനെ തളർത്തിയാലേ പറ്റൂ. തളർത്താൻ മാർഗമല്ലേ ഉള്ളൂ. അകത്തെ മനുഷ്യൻ വളരണം. അകത്തെ മനുഷ്യൻ വളരണം. അകത്തെ മനുഷ്യൻ വളരുമ്പോ യോഹന്നാൻ പറഞ്ഞതുപോലെ ഞാൻ കുറയണമെന്ന് ആഗ്രഹമുണ്ടാകും. ഞാൻ എന്തും സഹിക്കാൻ ഒരുക്കമാണ്. ഞാൻ വിനയപ്പെടും. കർത്താവിനെ സഹായിക്കും.